എല്ലാം മീഡിയകളെ എല്ലാം ഗവൺമെന്റ് ഭയത്തിന്റെ നേരിൽ നിർത്തിയിരിക്കുകയല്ലേ, ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയല്ലേ. മോഡിക്ക് ശ്രദ്ധിക്കുന്ന മീഡിയയിൽ മുഴുവൻ എല്ലാ ഏജൻസികളുടെയും റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ സൂചിപ്പിക്കുക എന്നുള്ളത് ഇപ്പൊ മാധ്യമ ധർമ്മമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പം മുഖസ്തുതിക്കാരും അല്ലാതെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പം കമ്മ്യൂണിസം നിർത്തി പോയല്ലോ, കുറെ മുഖസ്തുതിക്കാരും. നമസ്കാരം. എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം 401 സീറ്റ് വരെ BJP മുന്നണിക്ക് കിട്ടുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യ ടുഡേ കൃത്യമായിട്ട് 401 സീറ്റാണ് പ്രവചിച്ചിരിക്കുന്നത്. കേരളത്തിൽ 2 മുതൽ 3 സീറ്റുകൾ വരെ BJPക്ക് ലഭിക്കുമെന്നുള്ള വാർത്തകളും പുറത്തു വന്നിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പത്തനംതിട്ട MP ആയ ആൻ്റോ ആൻ്റണിയുമായി ഞാൻ 2 ദിവസം മുമ്പ് സംസാരിച്ച കാര്യം അദ്ദേഹത്തെ ഇന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു. 2 ദിവസം അദ്ദേഹം പഞ്ചാബിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ മുന്നണി വലിയ ഭൂരിപക്ഷം നേടുമെന്ന് തന്നെയാണ്. ഡൽഹിയിലും ഹിമാചൽ പ്രദേശിലും ഹരിയാനയിലും അതേപോലെ കർണാടകയിലും മഹാരാഷ്ട്രയിലുമെല്ലാം തെലങ്കാനയിലുമെല്ലാം വൻ മുന്നേറ്റമാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കുക. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഭരണം ഉറപ്പാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തോടെ ഈ കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും അത് തന്നെയാണ് സംഭവിക്കുക. പക്ഷേ ഞാനൊരു കഥ പറയാം. ഇവിടെ പത്തനംതിട്ടയിൽ ഇലക്ഷൻ നടന്നപ്പോൾ BJP മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അനിൽ ആൻ്റണി നടത്തിയിട്ടുള്ള പ്രസ്താവന ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം നമ്മൾ പ്രവർത്തിച്ചാൽ മതി, ഓളമുണ്ടാക്കിയാൽ മതി, ബാക്കിയെല്ലാം മോദി നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് EVM മെഷീൻ അട്ടിമറി നടത്താം എന്ന് തന്നെയാണ് അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ആൻ്റോ ആൻ്റണി പറഞ്ഞത്. ഇത് പറയുന്നത് ശരിയാണെങ്കിൽ വലിയ ഭൂകമ്പം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നുള്ള പ്രതീതി തന്നെ ഉണ്ടാക്കിയെന്ന് ആൻ്റോ ആൻ്റണി കൃത്യമായി ആ സ്ഥലങ്ങളിൽ സന്ദർശിച്ച ശേഷം, ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിച്ച ശേഷവും അതേപോലെ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള പഠനങ്ങൾ നടത്തിയ ശേഷവും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇത് വലിയ ഒരു അട്ടിമറിയുടെ സൂചന തന്നെയാണ്. കാരണം ഇന്ത്യയിലെ എല്ലാ ചാനലുകളെയും കയ്യിലെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു വാർത്ത വരികയും അതോടൊപ്പം EVM അട്ടിമറി നടക്കുകയും ചെയ്യുക എന്ന് വന്നാൽ തീർച്ചയായും ഇന്ത്യ മുന്നണി എല്ലാം ജയിക്കാം. തീർച്ചയായും BJPയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ് വരിക. അതിൻ്റെ സൂചനയാണ്, അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പൂർണ്ണമായി കേൾക്കാം. അതായത് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിരിക്കുന്നത് BJP അധികാരത്തിൽ വരുമെന്നാണല്ലോ വന്നിരിക്കുന്നത്. എന്താണ് അഭിപ്രായം? ഈ 2004 ഇതുപോലെ വാജ്പേയി വലിയ അധികാരത്തിൽ വരുമെന്നുള്ള എക്സിറ്റ് പോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അധികാരത്തിൽ വന്നു. എക്സിറ്റ് പോളൊക്കെ പകുതിയും മുഖസ്തുതിയും സ്റ്റേറ്റ് മാനേജ്മെന്റും ആണല്ലോ. എന്റെ പുറത്തേക്കൊന്നും അതേക്കുറിച്ച് എനിക്ക് തോന്നുന്നില്ല. അതായത് 2 ദിവസം മുമ്പ് താങ്കൾ എന്നോട് പറഞ്ഞപ്പോൾ ഹരിയാന പക്ഷെ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ അങ്ങനെയല്ല പറയുന്നത്. അതൊന്നും അവിടുത്തെ അത്ര ഭയങ്കരമായ ജനവികാരവും അവിടുത്തെ വോട്ട് ചെയ്യുന്ന ജനങ്ങളാരും ഇവർക്ക് വോട്ട് കിട്ടുമെന്ന് പറയുന്നില്ല. പിന്നെ എന്റെ എക്സിറ്റ് പോൾ എന്റെ അക്ഷരമാണെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ഇതേപോലെ ഡൽഹിയിലെ 7 സീറ്റും തൂത്തുവാരുമെന്നാണ് താങ്കൾ പറഞ്ഞത്. അവിടെ പക്ഷേ 1 സീറ്റ് കിട്ടിയാൽ ആയി എന്നാണ് ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. എന്താണ് പറയാനുള്ളത്? അവിടുത്തെ ജനങ്ങളുടെ വികാരവും അവിടുത്തെ തെരഞ്ഞെടുപ്പിലെ കാലങ്ങളായി തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള വിലയിരുത്തലും അവിടെ ഡൽഹിയിലെ ഏറ്റവും കുറഞ്ഞത് 5 സീറ്റ് ആം ആദ്മി കോൺഗ്രസ് പാർട്ടി ചേർന്ന് ജയിക്കുമെന്നുള്ളതാണ്. ഇതേപോലെ ഉത്തർപ്രദേശിൽ നമ്മൾ പറഞ്ഞത് ഏകദേശം 30 സീറ്റ് നേടുന്നതാണ്. പക്ഷെ ഇപ്പം പറയുന്ന 67 സീറ്റ് വരെ അല്ലെങ്കിൽ 29 സീറ്റ് വരെ BJP നേടുന്നതാണ് എക്സിറ്റ് പോൾ പറയുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഒരു തരത്തിലും അതെല്ലാം കോൺഫിഡൻസ് കളയാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണെന്നും അതുകൊണ്ട് പോളിംഗ് സ്റ്റേഷനുകളിൽ കൃത്യമായി മുഴുവൻ സമയം ഉണ്ടായിരിക്കണമെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടായിരുന്നു. കാരണം ഇതുപോലുള്ള മാനേജറായിട്ടുള്ള എക്സിറ്റ് പോളുകൾ കൊണ്ടുവന്ന് അതിന്റെ കൗണ്ടിങ്ങിന്റെ ശ്രദ്ധയിൽ നിന്ന് തിരിക്കാനുള്ള തന്ത്രമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഒരു എക്സിറ്റ് പോൾ ഫലം ആശ്രയിക്കേണ്ട കാര്യമില്ല. ജനവികാരം തിരിച്ചാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ കർണാടകയിൽ ആകെ 4-5 സീറ്റേ കോൺഗ്രസിന് കിട്ടുള്ളൂ. അതേപോലെ തെലങ്കാനയിൽ ഒരു 6-7 സീറ്റ് കിട്ടിയാൽ അത്രയേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇതൊന്നും ആ സംസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പിലെ ജനവികാരങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ഒരു
എക്സിറ്റ് പോളോ പ്രവചനമൊന്നുമല്ല. ഉം. പിന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥി BJP-യുടെ നേതൃയോഗത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അത് കണ്ടു കാണും. തെരഞ്ഞെടുപ്പിൽ നന്നായി പ്രചരണം നടത്തുക, ജയിക്കുമെന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുക, ബാക്കിയെല്ലാം നോക്കിക്കൊള്ളാമെന്ന് മോദിജി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ BJP സ്ഥാനാർത്ഥി 2-ലധികം യോഗങ്ങളിൽ പറഞ്ഞ അവസാനം മുതിർന്ന നേതാക്കൾ അങ്ങനെ പേഴ്സണലായി പറഞ്ഞ കാര്യം യോഗങ്ങളിൽ പറയരുത് എന്ന് പറഞ്ഞു എന്നാണ് പുറത്തു വന്നൊരു വാർത്ത. അപ്പൊ EVM അട്ടിമറി നടക്കുമെന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അതിന്റെ അർത്ഥം അതല്ലേ. അതായത് നന്നായി സംബന്ധിച്ച് ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ തന്നെ വിവരം ചോർത്തി കൊടുത്ത് നമ്മുടെ ജയ്ഹിന്ദിന്റെ ചീഫ് റിപ്പോർട്ടറായിരുന്ന ഷിജു അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പത്തനംതിട്ടയിൽ ഇപ്പൊ അദ്ദേഹം ജയിക്കുമെന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പൊ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കൂടെ ഒക്കെ വന്നിരിക്കുന്നത്. അത് എത്രമാത്രം ശരിയാവും? അത് ജനങ്ങള് വോട്ട് ചെയ്ത് അദ്ദേഹം ജയിക്കാൻ പോയിട്ട് 2ാം സ്ഥാനത്ത് പോലുമില്ല. ദയനീയമായ 3ാം സ്ഥാനമാണ് ജനങ്ങളുടെ മുന്നിലുള്ളത്. അത്രയല്ല തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. നമ്മൾ ജനങ്ങളെ വോട്ട് പിടിക്കുകയും ജനങ്ങളോടൊപ്പം നിന്നല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നു. കേരളത്തില് ഇപ്പൊ 2 സീറ്റ് ഉറപ്പായിട്ട് ജയിക്കും എന്നുള്ള ഒരു ധാരണയാണല്ലോ BJP പറയുന്നത്. അത് എന്തെങ്കിലും ശരിയാവാൻ സാധ്യതയുണ്ടോ? ഒരു കാരണവശാലും കേരളത്തിൽ ഒരു സീറ്റും BJP ജയിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ ജയിക്കുന്നുണ്ടെങ്കിൽ ഈ സംസ്ഥാനത്തെ ഭരണകൂടവുമായിട്ട് വല്ല കള്ളക്കളിയും നടത്തി അവർ വോട്ട് മറിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ജയിക്കും, അല്ലെങ്കിൽ ജയിക്കില്ല. അങ്ങനെ വോട്ട് മറിച്ചാൽ CPM-ന്റെ വോട്ട് മറിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം മുഖസ്തുതിക്കാരും അല്ലാതെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പം കമ്മ്യൂണിസം നിർത്തി പോയല്ലോ. കുറെ മുഖസ്തുതിക്കാരും അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകളൊക്കെ ആണല്ലോ ഇപ്പൊ ഈ സംഭവം കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് അവരുടെ സംഭാവന എന്തായിരിക്കും എന്നുള്ള പറയാൻ കഴിയില്ല. ഈ എക്സിറ്റ് പോൾ ഫലം പ്രകാരം 401 സീറ്റ് വരെയൊക്കെയാണ് പറയുന്നത്. അത് എത്രമാത്രം എക്സാഗ്രേഷൻ ആണ്? യാതൊരു തരത്തിലും അത് സത്യവുമായി ചേർന്ന് പോകുന്ന കാര്യമല്ല. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എക്സിറ്റ് പോൾ വരാൻ കാരണം? അന്നേരം എല്ലാം മീഡിയകളെ എല്ലാം ഗവൺമെന്റ് ഭയത്തിന്റെ നേരിൽ നിർത്തിയിരിക്കുകയല്ലേ, ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയല്ലേ. മോഡിക്ക് ശബ്ദിക്കുന്ന മീഡിയയിൽ മുഴുവൻ എല്ലാ ഏജൻസികളുടെയും റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ സൂചിപ്പിക്കുക എന്നുള്ളത് ഇപ്പൊ മാധ്യമ ധർമ്മമായിട്ട് മാറിയിരിക്കുകയാണ്.